ഈ നാടൻ പാട്ട് എന്നുള്ള ഒരു കലാരൂപം തെരഞ്ഞെടുക്കാനും അല്ലെങ്കിൽ നാടൻ പാട്ടിനെ ഏതൊക്കെ രീതിയിൽ ഇനി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാന്നൊക്കെ ചിന്തിച്ചു തുടങ്ങിയോ? അതെ, ഒരുപാട് വെറൈറ്റി ചെയ്യണമല്ലോ നാടൻ പാട്ട്. ഇപ്പൊ പഴയ കാലം പോലെ അല്ലല്ലോ, ഇപ്പൊ എല്ലാത്തിനും വെറൈറ്റി ആണ് വേണ്ടത്. ഇപ്പൊ ന്യൂ ജനറേഷൻ തന്നെ ഏറ്റെടുക്കണമെങ്കിൽ ആ രീതിയിൽ നമ്മളിപ്പോ മുമ്പോട്ട് പോയേ ഒക്കത്തുള്ളൂ. പിന്നെ ഞാൻ നാടൻപാട്ട് രംഗത്തേക്ക് വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ടീച്ചേഴ്സാണ്. ഇതുപോലെ മത്സരങ്ങൾക്ക് ജില്ലാതലം അങ്ങനെ മത്സരങ്ങൾക്ക് നാടൻപാട്ട് പോയാൽ നന്നായിരിക്കും, അപ്പം നീ പാടിയ നന്നായിരിക്കും, നമുക്ക് പോയി നോക്കാം. അപ്പം മ്യൂസിക് ടീച്ചേഴ്സ് ഉണ്ട്, അങ്ങനെ പഠിപ്പിക്കും ഒരു പാട്ടെടുത്ത്. അങ്ങനെ പോയി അതങ്ങ് പിന്നെ പാടാൻ തുടങ്ങി, കേൾക്കാൻ തുടങ്ങി പാട്ടുകൾ. അപ്പോൾ നമുക്ക് കൂടുതലും മണിച്ചേട്ടൻ്റെ പാട്ടുകളായിരിക്കും നമ്മൾ കൂടുതലും ഇങ്ങനെ. മണിച്ചേട്ടനാണ് നമുക്ക് നാടൻ പാട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന മണിച്ചേട്ടൻ. അപ്പോൾ ഒക്കെ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ മണിച്ചേട്ടൻ്റെ പാട്ടുകൾ പാടും, അങ്ങനെ ആയിരുന്നു. പിന്നെയാണ് ഒരു സമിതി ഇങ്ങനെ വിളിച്ചു, ഇങ്ങനെ ഞങ്ങളുടെ സമിതി നിൽക്കാൻ താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞിങ്ങനെ വിളിച്ചു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, കൊള്ളാം, സ്റ്റേജുകളിലേക്ക് കയറിയാൽ കൊള്ളാലോ എന്നിങ്ങനെ ആലോചിച്ച് അങ്ങനെ. ഷീലാമ്മയ്ക്ക് എങ്ങനെയാണ് നാടൻ പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരാളാണോ? വലിയ ഇഷ്ടമാണ്, വലിയ ഇഷ്ടമാണ്. ശ്രീപാർവതിക്ക് അതുപോലെ കലാഭവൻ മണി ചേട്ടന്റെ പേരിലുള്ള ഒരു പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അതെ അതെ, ഓടപ്പുഴ പുരസ്കാരം 2018-2019 കലാഭവൻ മണി ഫൗണ്ടേഷനിലെ ഓടപ്പുഴ പുരസ്കാരമാണ്. തിരുവനന്തപുരം ജില്ലയിലെ മികച്ച നാടൻപാട്ട് കലാകാരി കിട്ടിയതിലാണ് എനിക്ക് സന്തോഷം. കാരണം എൻ്റെ ഹസ്ബൻഡ് എഴുതി സംഗീതം ചെയ്ത പാട്ടിനാണ് അച്ഛന്റെ പൊന്മകൻ എന്ന് പറഞ്ഞ പാട്ടിനാണ് എനിക്കൊരു ശ്രീപാർവതി അറിയപ്പെടുന്നത് നാടൻ ആ ഒരു പാട്ടിന്റെ രംഗത്തിൽ അറിയപ്പെടുന്നത് സജി പാറു എന്നാണ്. കാരണം അദ്ദേഹത്തിന്റെ പേര് സജി എന്നാണ്. പാർവതി, ശ്രീ പാർവതി അങ്ങനെ ആർക്കും അറിയത്തില്ല. പാറു എന്നാണ്. പാട്ടുകാരനാണോ? ഹസ്ബൻഡ് സിംഗറാണ്. പിന്നെ ഒരു മ്യൂസിക് പാട്ടിനിടയ്ക്ക് ലവ് ആയതാണോ? അതെ, ഞങ്ങളുടെ സമിതിയിൽ ലീഡ് പാടാൻ വന്ന് പിന്നെ ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ലീഡ് പാടുന്നു. ഒരുമിച്ച് അങ്ങനെ കണ്ടു, ഇഷ്ടപ്പെട്ടു, ലീഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവാണ്. അതെ അതെ, അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. ഷീലാമ അടുക്കിരിക്കുന്ന ആളാണ്. അപ്പൊ എന്തായാലും അവരെ കൂടി ഒന്ന് പരിചയപ്പെടാൻ വന്നിരിക്കുന്നത്. ആദ്യം തന്നെ ചേട്ടനെയാണ് ഞങ്ങൾ പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്നത്. പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ട് പോകണം. ചേട്ടൻ ഏതൊരു വയസ്സിൽ മുതലാണ് പാട്ട് പാടാൻ തുടങ്ങിയത്? നാടൻ പാട്ട് പാടാൻ തുടങ്ങിയത് എൻ്റെ ഒരു 23 വയസ്സ് മുതലാണ്. 23 വയസ്സ്. അതിനു മുൻപ് വേറെ ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടുണ്ടോ? ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടില്ല. കാരണം എൻ്റെ അപ്പൻ ഒരു പാട്ടുകാരനായിരുന്നു. അപ്പൊ അതിൽ നിന്ന് പാരമ്പര്യമായി കിട്ടിയതാണ് നാടൻ പാട്ട്. ഇപ്പൊ നിങ്ങൾ അടുത്തിടെ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് പാടിയ ഒരു നാടൻ പാട്ട് വൈറലായി അല്ലേ? ഇപ്പം ഒരു പാടിയ കേരളത്തിൽ ഇന്നവരെ ആരും ചെയ്യാത്തൊരു പാട്ട് തന്നെ ഞങ്ങൾ പാടി. ഇന്നിപ്പോ അത് കേരളത്തില് വൈറലാണ്. തമിഴ് നമുക്ക് ഇന്ന് വേണ്ടി ആ ഒരു പാട്ട് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതെ, ഒരു പെർഫോമൻസ് നമുക്ക് ഉണ്ട്. എന്തായാലും സന്തോഷം. നാടകമുണ്ട് ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങാൻ പോകുന്ന വിൽസൺ ഓഡിയോസിന്റെ പുതിയ സിനിമയാണ്. അപ്പൊ തമിഴിൽ നിന്ന് അത് മലയാളത്തിലോട്ട് റീമേക്ക് ചെയ്യുന്ന പടമാണ് കാടകം എന്ന് പറയുന്ന സിനിമ. അതിന്റെ ടൈറ്റിൽ സോങ് ഞാനാണ് പാടുന്നത്. നാടൻ പാട്ടിന്റെ താരദമ്പതികൾ എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. അപ്പൊ ഇനിയും അങ്ങനെ തന്നെ ഗംഭീരമായിട്ട് പോട്ടെ. ശ്രീപാർവതി പാട്ട് പഠിച്ചിട്ടില്ല? ഇല്ല, പഠിച്ചിട്ടില്ല.